ഹലോ ഫ്രണ്ട്സ്, ഈ കോവിഡ് കാലത്തെ പെരുന്നാളിന് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. ഈ പായസം തയ്യാറാക്കാനെന്ന് വെച്ചിട്ട് നമുക്കൊരു ഇൻഗ്രീഡിയൻസും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ചവ്വരി 1 കപ്പ് തിളച്ച വെള്ളത്തിലിട്ട് 15 മിനിറ്റ് മുമ്പ് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിളച്ച വെള്ളത്തിൽ നിന്ന് ഒരു 15 മിനിറ്റ് കുതിർത്തി വെച്ചാൽ മതി. ഇനി നമുക്ക് വേണ്ടത് ചോറാണ്. നമ്മൾ ഈ ചോറ് കൊണ്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് സുരേഖാരിയുടെ ചോറാണ്. ഏത് ടൈപ്പ് അരിയുടെ ചോറായാലും കുഴപ്പമില്ല, റേഷൻ അരിയുടെ ചോറായാലും കുഴപ്പമില്ല. വേവ് കൂടി പോകാതിരുന്നാൽ മതി. കാരണം നമ്മൾ പായസത്തിൽ കിടന്നിട്ട് ഈ ചോറ് നമുക്ക് കടിക്കണം. അപ്പോൾ അത് ഈ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി വേണ്ടത് അണ്ടിപ്പരിപ്പും കിസ്മിസുമാണ്. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിന് പകരം തേങ്ങാക്കൊത്ത് എടുത്താലും മതി. ഇനി വേണ്ടത് 2 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. 2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് 2 കപ്പ് ചോറിലോട്ട്. ഇനി വേണ്ടത് നമുക്കൊരു പാൻ ചൂടാക്കി അതിൽ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ച 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര നല്ല പോലെ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് മെൽട്ട് ആവണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മെൽട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ, ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് കട്ടിയായിട്ട് വരും. ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് വെള്ളം പുറത്തേട്ട് വരും. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇത് വീണ്ടും മെൽട്ടായിട്ട് വരും. നല്ല പോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച ചോറിട്ട് കൊടുക്കാം. ചോറ് 2 കപ്പ് ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര എത്ര അളവിലാണ് എടുക്കുന്നത് അതേ അളവിൽ ചോറെടുത്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ 3 കപ്പ് ചോറെടുക്കുമ്പോൾ 3 കപ്പ് പഞ്ചസാര എടുക്കുക. അപ്പോൾ ഒരു 6 കപ്പ് പാലെടുക്കുക. ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ചവ്വരി ഇട്ട് കൊടുക്കാം. ഈ ചവ്വരി നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഇതിന് പകരം നമുക്ക് ലാസ്റ്റിൽ കുറച്ച് അരിപ്പൊടി പാലിൽ കലക്കിയിട്ട് ഒഴിച്ചാലും മതി. ചവ്വരി ഉണ്ടെങ്കിൽ ചവ്വരി എടുക്കുക, ഇല്ലെങ്കിൽ ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചവ്വരി ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചോറാണല്ലോ ഇട്ട് കൊടുക്കുന്നത്. ചോറ് നമുക്ക് പായസം ഒരു തിക്കായി വരില്ല, ചോറ് മാത്രം വെച്ചുണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനൊരു 1-1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി പാലിൽ കലക്കി ഒഴിച്ചാലും മതി. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ചോറിലോട്ടും ചവ്വരിയിലോട്ടും നമ്മുടെ ഈ പഞ്ചസാരയുടെ ടേസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5-6 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 4 കപ്പ് പാലാണ് ഇതിലോട്ട് വേണ്ടത്. ഞാൻ 3 കപ്പ് പാൽ ഇപ്പോൾ ഫസ്റ്റിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാലൊന്ന് തിക്കായി വരണം. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ പായസത്തിൻ്റെ ഒരു പരുവം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു പരുവം ആവുന്നത് വരെ ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച 1 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് വീണ്ടും തിക്കായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിലൊന്ന് വറുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇല്ലെങ്കിൽ അതിന് പകരം തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ടാലും മതി. അത് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഒട്ടും എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ ചവ്വരി നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ അരിപ്പൊടി നമ്മൾ ലാസ്റ്റ് പാൽ ഒഴിച്ചില്ലേ, ആ പാലിൽ 1-1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, പായസം ഞാൻ ചൂടാറിയിട്ടില്ല. ചൂടാറിയാൽ ഇതിലും തിക്കായി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഇതുപോലെ ആ ചോറും ചവ്വരിയും കൂടി ഇട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ പായസത്തിന്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ 7 പെരുന്നാളുണ്ടല്ലേ, ഏതെങ്കിലും ഒരു ദിവസം നമുക്കിതൊന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും